ആരോഗ്യ മന്ത്രിക്ക് KSU പ്രതിഷേധത്തിനിടെ പരിക്കേറ്റു എന്ന പച്ചക്കള്ളം വ്യാപകമായി പ്രചരിപ്പിച്ച് കേരളം മുഴുവൻ അക്രമം നടത്തുകയാണ് CPM ചെയ്യുന്നത്. ആ പ്രതിഷേധത്തിൽ പങ്കെടുത്ത KSU നേതാവിന്റെ വീടിന് ബോംബെറിയാൻ ഇല്ലാത്ത കള്ളക്കേസുണ്ടാക്കി വധശ്രമത്തിന് വരെ ജയിലിലടയ്ക്കുക. ഇന്ന് കേരളത്തിന് മുഴുവൻ ബോധ്യമായി ഇത് പച്ചക്കള്ളമാണ് മന്ത്രിയും സ്പീക്കറും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പറഞ്ഞത്. കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഒരു പരിഹാസ കഥാപാത്രമായി നിൽക്കുകയാണ്. ഇപ്പോൾ അവരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ ചിരിക്കാൻ തുടങ്ങിയ, പക്ഷെ അതിന്റെ പേരിൽ കലാപത്തിന് ആഹ്വാനം ചെയ്യുകയാണ് നേതാക്കൾ. പുതിയുഗ യാത്രയുടെ പ്രചരണ സാമഗ്രികൾ പത്തനംതിട്ട ജില്ലയിലും കൊല്ലത്തും തിരുവനന്തപുരത്തും ഇതിന്റെ പേരിൽ ഇല്ലാത്ത ഒരു ആക്രമണത്തിന്റെ പേരിൽ വ്യാപകമായി നശിപ്പിച്ചു. ഒരുപാട് പേർക്ക് പരിക്കേറ്റു. വീടിന് ബോംബെറിയാൻ പച്ചക്കള്ളം നുണ പ്രചരിപ്പിച്ച് ഇത് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. ഒരു മന്ത്രി നുണ പറഞ്ഞ് കേരളത്തിൽ മുഴുവൻ അക്രമം നടക്കുകയാണ്. അതിന് പാർട്ടി കൊടപിടിച്ചു കൊടുക്കുകയാണ്. എം.വി. ഗോവിന്ദൻ പറഞ്ഞത് KSUക്കാര് പോയി മന്ത്രിയുടെ പെടലി പിടിച്ച് തിരിച്ചു എന്ന്, കൈ പിടിച്ച് തിരിച്ചു എന്നാണ്. നട്ടാൽ കുടിക്കാത്ത നുണകൾ പറഞ്ഞ് വ്യാപകമായി കേരളത്തിൽ മുഴുവൻ അക്രമം ഉണ്ടാക്കിയാണ്. ഇതിനുള്ള തക്ക തിരിച്ചടി ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടുക്കും. ആരോഗ്യ മേഖലയിലുണ്ടായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കാതെ അതിൽ നിന്നും ശ്രദ്ധ വഴിതിരിച്ചുവിടാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ ആക്രമണ കഥ. അതിപ്പോ പൊളിഞ്ഞ് പാളീസായി 7 നിലയിൽ പൊട്ടിയിരിക്കുകയാണ്. എന്നിട്ടും അതിന്റെ പേരിൽ അക്രമം നിർത്താൻ CPM നേതാക്കൾ അണികളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക വ്യാപകമായി. ഞങ്ങൾ പറയാനുള്ളത് തീക്കൊള്ളി കൊണ്ട് തലചൊറിയരുത്, ഇത് അവസാനിപ്പിക്കണം എന്നാണ്. ആ കേസ് പിൻവലിക്കണം. വധശ്രമത്തിനെടുത്തിരിക്കുന്ന കേസ് പിൻവലിക്കണം. ഞങ്ങളിതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും. ആയുധം താഴെ വെക്കണം, അക്രമം അവസാനിപ്പിക്കണം. ഇതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞങ്ങൾ അതിശക്തമായി ഇതിനെ പ്രതിരോധിക്കും, ഒരു സംശയവും വേണ്ട. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ 100% ആളുകൾക്കും ബോധ്യമുണ്ട് ഇത് വെറും തട്ടിപ്പായിരുന്നു. റെയിൽവേ RPFന്റെ ക്യാമറ പരിശോധിച്ചിട്ടും പുറത്തു വന്നു ഒരു തരത്തിലുള്ള അക്രമം നടന്നിട്ടില്ല. ഇന്നലെ ഒരു കരിങ്കൊടി കാണിച്ചു, കരിങ്കൊടിക്കാരന് അടുത്തു വന്നു എന്നുള്ള രീതിയിൽ ഒരു പ്രചരണം നടത്തിയ അതും പൊളിഞ്ഞുപോയി. മന്ത്രിയുടെ ഗൺമാനായിരുന്നു അടുത്തുണ്ടായിരുന്നു എന്ന് വ്യക്തമായി. അപ്പൊ മന്ത്രി തന്നെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ വെച്ച് ഇല്ലാത്ത കുഴപ്പം 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ വെച്ച് അഭിനയിച്ച് കാണിച്ചതാണ് എന്ന് കേരളം മുഴുവൻ ബോധ്യമായി. അവർ ഈ ജില്ലയെ കൂടി പ്രതിനിധാനം ചെയ്യുന്ന ഒരു മന്ത്രിയാണ്. അവർ നടത്തിയ ഈ ശ്രമം ഈ ജില്ലയ്ക്ക് കൂടി അപമാനമാണ്. ഞാനത് പ്രത്യേകം പരാമർശിക്കാൻ ആഗ്രഹിക്കും. പുതിയ യാത്ര സാധാരണക്കാരുമായി സംവദിച്ച് മുന്നോട്ട് പോവുകയാണ്. ജനങ്ങളെ ബാധിക്കുന്ന ജീവൽഗന്ധിയായ പ്രശ്നങ്ങളാണ് എല്ലാവരും വന്ന് അവതരിപ്പിച്ചത്. ഞങ്ങൾ പൗരപ്രമുഖരായിട്ടല്ല ചർച്ച നടത്തിയത്. ഞങ്ങൾ സാധാരണക്കാരായ പ്രയാസം അനുഭവിക്കുന്ന, ദുഃഖം അനുഭവിക്കുന്ന, പ്രശ്നങ്ങൾക്ക് പരിഹാരമുള്ള ആളുകളുമായിട്ടാണ് ഇവിടെ നടത്തിയത്. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന നിർദ്ദേശങ്ങൾ തീർച്ചയായും അത് പരിഗണിക്കും. പ്രധാനപ്പെട്ട ജില്ലകൾക്കെല്ലാം പ്രത്യേകമായ ഡോക്യുമെന്റ് ഉണ്ടാവും. ആ ഡോക്യുമെന്റ് സമയബന്ധിതമായി ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ശ്രമവും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഇതാണ് പറയാനുള്ളത്. ഇത് ആശുപത്രി കിടക്കേണ്ട ഒരു കാര്യമില്ലല്ലോ, എന്നിട്ട് വാർത്ത വരുത്താണ് ഓപ്പറേഷൻ വേണ്ടെന്ന് പറഞ്ഞു. വാർത്ത എന്തിനാ ഓപ്പറേഷൻ? പച്ചക്കള്ളയിലെ പറഞ്ഞത് മുഴുവൻ. അല്ല, തെളിവാ. എന്ത് തെളിവാണ്? അല്ലെന്ന് അതെല്ലാവർക്കും അറിയാലോ, മാധ്യമങ്ങൾക്ക് മുഴുവൻ അറിയാം.
ഇത് തട്ടിപ്പാണെന്ന്. റെയിൽവേക്കറിയാം ഇത് തട്ടിപ്പാണെന്ന്. പൊതുസമൂഹത്തിനും അറിയാം ഇത് തട്ടിപ്പായിരുന്നെന്ന്. അഭിനയം മാത്രമായിരുന്നു, അഭിനയം. അല്ലാതെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഡെപ്യൂട്ടി സ്പീക്കറുടെ നേതൃത്വത്തിൽ നടന്നു, MLA-മാരുടെ നേതൃത്വത്തിൽ നടന്നു. ഒരു ബുദ്ധിജീവിയായ ഒരു വനിതാ യുവജന നേതാവിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രകടനത്തിൽ വിളിച്ച മുദ്രാവാക്യം കേട്ട ഇതാണ് കേരളത്തിലെ SFIയും DYFIയും. ഇതാണോ? എന്നിട്ട് ഇവര് സംസ്കാര സമ്പന്നരാണ്, പുരോഗമന ആശയക്കാരാണെന്ന് പറയുന്നു. അവർ വിളിച്ച മുദ്രാവാക്യം കേരളം അത് മറക്കില്ല, കേരളം അത് മറക്കില്ല. ഇവരുടെ യഥാർത്ഥ സംസ്കാരമാണ് പുറത്തു വന്നത്, യഥാർത്ഥ സംസ്കാരം. അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് നേതാക്കന്മാർ ഇറങ്ങിയിട്ട്. അല്ലെ ഞാൻ പറഞ്ഞത് ME ഗോവിന്ദൻ പറഞ്ഞത് KSUക്കാർ പോയി മന്ത്രിയുടെ പെടലിയും കയ്യും പിടിച്ച് തിരിച്ചെന്നാണ്. ആലോചിച്ച് നോക്കിയേ. അദ്ദേഹത്തെ പോലെ ആ സ്ഥാനത്തിരിക്കാൻ അദ്ദേഹം യോഗ്യനല്ല. അദ്ദേഹത്തിനെതിരായിട്ട് കലാപത്തിന് കേസെടുക്കണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. എന്താ കരിങ്കൊടി പ്രകടനം നടത്താൻ പാടില്ലേ? ഒന്നുകൂടി പറഞ്ഞേ. ആണോ? അങ്ങനെയാണ് ചെയ്ത്. അവര് കരിങ്കൊടി പ്രകടനം നടത്തി. അങ്ങനെയാണ് എല്ലാവരും നടത്തുന്നത്. എല്ലാവരും അങ്ങനെയാണ് നടത്തുന്നത്. കരിങ്കൊടി പ്രകടനം, കരിങ്കൊടി പ്രകടനം നടത്തുന്നത് പോലെ നടത്തിയിട്ടുള്ള ഒരു വ്യത്യാസമില്ല. ഒരു കുഴപ്പമില്ല. ആർക്കെതിരെയും പ്രതിഷേധ പ്രകടനം നടത്താം. അല്ല, നിങ്ങള് ഈ കൈരളിക്കാരുടെ പ്രത്യേക അഡ്വൈസ് വേണ്ട. എങ്ങനെയാണ് സമരം നടത്തേണ്ടതെന്ന്, കരിങ്കൊടി പ്രകടനം എങ്ങനെ നടത്തണമെന്ന് പിള്ളേർക്കറിയാം, അവര് നടത്തും. അല്ല, നിങ്ങളുടെ അഡ്വൈസ് വേണ്ടെന്നേ. നിങ്ങൾ കൈരളിക്കാരുടെ നിർദ്ദേശം വേണ്ട. ഉമ്മൻചാണ്ടിയുടെ നേർക്ക് കല്ലെറിഞ്ഞ മുഖ്യമന്ത്രിയായിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ തലമുട്ടിയതാ. നിങ്ങൾ CPM-കാർ പഠിപ്പിക്കാനാ ഞങ്ങളെ എങ്ങനെയാണ് സമരം ചെയ്യേണ്ടതെന്ന് ആണോ? മന്ത്രിമാരുടെ മുന്നിലേക്ക്, കാറിന്റെ മുമ്പിലേക്ക് ചാടി വീണത് ആരാ? കാറിന്റെ മുന്നിലേക്ക് ചാടി വീണ് കരിങ്കൊടി പ്രകടനം നടത്തിയത് P. രാജീവിന്റെ ഒരു പഴയ പടമുണ്ട്, ഞാൻ കാണിച്ചിട്ടെ. P. രാജീവിന്റെ പഴയ പടമുണ്ട്, ഞാൻ കാണിച്ചുതരാം. ഘോര സമര രീതിയല്ല, എന്താ തെറ്റ്? അല്ല, ഉറപ്പായിട്ടും ഈ പുതിയുഗ യാത്രയാണ് അതിനെയാണ് പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്തത് മുഴുവൻ. അത് തകർക്കാൻ വേണ്ടിയിട്ട് നന്നായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പ്രതിഷേധം കൂടുന്നവരും ആള് കൂടിക്കൊണ്ടിരിക്കുകയാണ്. 50 ബോർഡും 100 ബോർഡും തകർക്കുമ്പോൾ ആ വാശിയിലാണ് UDF പ്രവർത്തകർ ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ ഇതെല്ലാം തകർത്ത് UDF പ്രവർത്തകരുടെ വാശി കൂട്ടി തന്നതിന് ഞാൻ പ്രത്യേകം നന്ദി പറയാം. അല്ല, ഓപ്പറേഷൻ ഇല്ല എന്ന് പറഞ്ഞപ്പോ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമായില്ല. കാരണം ഈ കത്രികയുടെ പേടിയുള്ളതുകൊണ്ട്. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം, എല്ലാ മാധ്യമങ്ങൾക്കും അറിയാം. ഒന്ന് തെളിയിക്കേ. മെഡിക്കൽ ബുള്ളറ്റിന് പരിക്ക് പറ്റിയെന്ന് എവിടെ മെഡിക്കൽ ബുള്ളറ്റിനുള്ളത്? ഒന്ന് വായിച്ചു കേൾപ്പിച്ച്. വെറുതെ അബദ്ധം പറയല്ലേ. കൈരളിയാണെന്ന് വിചാരിച്ചിട്ട് അബദ്ധം പറയല്ലേ. മീറ്റിംഗിൽ വന്നിട്ട്, ഈ പത്രസമ്മേളനത്തിന് വന്നിട്ട് അബദ്ധം പറയല്ലേ. മെഡിക്കൽ ബുള്ളറ്റിന് എവിടെയാണ് അവർക്ക് പരിക്ക് പറ്റിയെന്നുള്ളത്? അല്ല, ഈ ആക്രമണത്തിൽ പരിക്ക് പറ്റിയെന്നുള്ളത് മെഡിക്കൽ ബുള്ളറ്റിനിൽ. എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. എനിക്കറിയില്ല. അറിഞ്ഞാൽ ഞാൻ പറയാം, മറുപടി പറയാം.
അല്ല അറിഞ്ഞാൽ മറുപടി, എനിക്ക് അറിയാത്ത കാര്യം എങ്ങനെ പറയണേ? അത് അറിഞ്ഞാൽ നിങ്ങൾക്ക് മറുപടി പറയാം. ഞാൻ മുഖ്യമന്ത്രി പോലെ അല്ലല്ലോ. 50 മിനിറ്റ് സംസാരിച്ച് 4 പേര് 2 ചോദ്യം കൈരളിയും 2 ചോദ്യം ദേശാഭിമാനിയും ചോദിച്ച് 5ാമത്തെ ചോദ്യം നിങ്ങളാരെങ്കിലും ചോദിക്കുമ്പോൾ സമയമായി എന്ന് പറയാൻ എഴുന്നേറ്റ് പോണ ആളല്ലല്ലോ ഞാൻ മാധ്യമപ്രവർത്തകർ കാണണം എന്ന് പറഞ്ഞാൽ അവരെ കാണുന്ന ആളാ. ഞാൻ ഈ വിഷയം അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ വരെ കാണാം. അതല്ലേ ഞാൻ പറഞ്ഞത് ഒളിച്ചോടിയില്ലല്ലോ. തന്തയ്ക്ക് വിളിക്കുന്നത് വൈകാരികമാണ്. അതാണ് പുരോഗമന ആശയം. അച്ഛനില്ലാത്ത സമയത്ത് അമ്മയ്ക്കുണ്ടായവരെ എന്നാണ് വിളിച്ചത്. ഞാൻ അതിന് മറുപടി പറയുന്നില്ല. എന്നിട്ട് പുരോഗമന ആശയം, ബുദ്ധിജീവികള് ഇവരുടെയൊക്കെ നിലവാരം അതിലൂടെ പ്രകടിപ്പിച്ചത്. നിലവാരം ഏത് അല്ലല്ല, എനിക്കറിയാത്ത നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, എനിക്കറിയാത്ത വിഷയം നിങ്ങൾ എന്നോട് ചോദിക്കല്ലേ. അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയാം. പിന്നെ അദ്ദേഹം തന്നെ ചോദിച്ചുകൊണ്ടിരിക്കണത് വേറൊന്നുമില്ലേ? ഇല്ല, ആ വിഷയമൊന്നും ഇവിടെ പുതിയുഗ യാത്രയുമായി ബന്ധപ്പെട്ട് നടത്തിയ പത്രസമ്മേളനമാണ്. ഞങ്ങൾ ആ വിഷയം പറഞ്ഞു. വേറെ എന്തെങ്കിലും ചോദ്യം കൈരളിക്കാരനല്ല ആദ്യം മുതൽ അവസാനം വരെ ചോദിച്ചുകൊണ്ടിരിക്കേണ്ട. വേറെ പത്രപ്രവർത്തകരും മാധ്യമപ്രവർത്തകരും ചോദിക്കുന്ന തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങളിപ്പോ 7 പ്രാവശ്യം ചോദിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. ഞാൻ എണ്ണി എനിക്ക് എണ്ണാൻ അറിയാവുന്നതുകൊണ്ട് എണ്ണി 7 പ്രാവശ്യം ചോദിച്ചിട്ട് ബാക്കിയുള്ള മാധ്യമപ്രവർത്തകർക്ക് ചോദിക്കാൻ അവസരം കൊടുക്കാതിരിക്കുക. അതൊക്കെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ, എന്റെ കയ്യിൽ വേണ്ട. അത് CPM-ഉം BJP-യും ചേർന്നുള്ള ഏർപ്പാടാണ്. പ്രിയങ്ക ഗാന്ധിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തി, ഓഫീസിലേക്ക്. ഏത് ശബരിമലയിലെ സ്വർണ്ണം CPM-കാര് കട്ട് ചെയ്യുന്നത്. അത് CPM-ഉം BJP-യും തമ്മിലുള്ള ധാരണയാണ്.